പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൽ നീരദ് എന്ന പ്രശസ്ത സംവിധായകൻ്റെ അടുത്തിടെ ഇറങ്ങിയ ബൊഗൈൻവില്ല എന്ന സിനിമയിൽ എങ്ങനെയാണ് പ്രകൃതി പശ്ചാത്തലമായി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ചിന്തയാണ് ഈ വീഡിയോ. സാഹിത്യവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും പ്രകൃതി പലപ്പോഴും ബിംബമായും പ്രതിബിംബമായും പ്രതീകമായും ഒക്കെ കടന്നു വരാറുണ്ട്. കഥാപാത്രങ്ങളുടെ ജീവിതാവസ്ഥയെ ആവിഷ്കരിക്കാനും ആഖ്യാനം ചെയ്യാനും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. നോവലിലും ചെറുകഥയിലും കവിതയിലുമൊക്കെ ഇത് എഴുത്തിലൂടെയാണ് പ്രകടമാകുന്നതെങ്കിൽ സിനിമ പോലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ മനോഹരമായ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് ഇവ ആഖ്യാനം ചെയ്യപ്പെടുന്നത്. ബൊഗൈൻവില്ല അതിൻ്റെ പേരിൽ നിന്ന് തുടങ്ങി സിനിമയിലുടനീളം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ബൊഗൈൻവില്ല സിനിമയിലൂടെ മാത്രമല്ല, എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ചെടിയാണ്. പഴയ കാലത്താണെങ്കിൽ ഇത് സാധാരണയായി മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയല്ല, വേലിയിലാണ് സാധാരണയായി നാം നട്ടുവളർത്താറുള്ളത്. വളരെ മനോഹരമായ പൂക്കളാണ്, ഏറെ നാൾ നിലനിൽക്കുന്നു എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ കാഴ്ചയിൽ എത്രമാത്രം മനോഹരമാണോ അത്രമാത്രം തന്നെ അതിൻ്റെ പിന്നിലൊരു ഭീതിയുമുണ്ട്. അതിൻ്റെ മുള്ളിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാണ്. തൊട്ടുകഴിഞ്ഞാൽ അത് വളരെ ആഴത്തിലാണ് നമ്മളെ ആക്രമിക്കുക. എന്നാൽ ഇന്ന് പൂച്ചെടികളെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ധാരാളം സാങ്കേതിക വിദ്യകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുള്ള് ഒരു പ്രശ്നമല്ല. എന്നാൽ യഥാർത്ഥ ബൊഗൈൻവില്ലയിൽ കാണുന്ന വൈരുദ്ധ്യം തന്നെയാണ് സിനിമയുടെ പശ്ചാത്തലമായി അല്ലെങ്കിൽ സിനിമയിൽ ബിംബമായി അവതരിപ്പിച്ചിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവരാണല്ലോ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചയിൽ വളരെ സ്നേഹസമ്പന്നനായ വ്യക്തി, നല്ലൊരു ഭർത്താവ്, നല്ലൊരു ഡോക്ടർ, നല്ല സാമൂഹ്യ സ്നേഹി, ഇങ്ങനെയൊക്കെയാണ് പുറത്ത് കാണുന്നതെങ്കിലും സിനിമയുടെ പകുതി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ആ വ്യക്തി അടുത്തറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബൊഗൈൻവില്ലയുടെ മുള്ളിന് എത്രമാത്രം മൂർച്ചയുണ്ടോ അത് നമ്മളെ എത്രമാത്രം ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുമോ അതേപോലെ തന്നെയാണ് ആ കഥാപാത്രത്തിൻ്റെ ക്രൂരതയും നമുക്ക് കാണാൻ കഴിയുന്നത്. കാഴ്ചയിൽ മനോഹരമെന്ന് തോന്നിക്കുന്ന പലതിൻ്റെയും അന്തർരഹസ്യം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഇത്തരം സത്യങ്ങൾ തന്നെയാണ് വെളിവാവുക. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. പുറത്ത് കാണുന്ന രൂപമോ വർണ്ണമോ വെച്ച് നാം ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് പലപ്പോഴും നമ്മെ ആപത്തിൽ ചാടിക്കും. സാഹിത്യത്തിൽ എന്ന പോലെ സിനിമയിലും പ്രകൃതിയിലെ ദൃശ്യങ്ങൾ എങ്ങനെ പ്രതീകമായി ബിംബമായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമ നിദർശനം തന്നെയാണ് അമൽ നീരദിൻ്റെ ബൊഗൈൻവില്ല എന്ന സിനിമ. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങളുമായി അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.